ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണ്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ KSRTC നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ കണ്ടക്ടറെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ പുറത്താക്കിയിരിക്കുന്നത്. KSRTCക്ക് അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് മന്ത്രി ഗണേഷ് കുമാറിന്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ മാത്രമേ ഇത്തരം നടപടികൾ KSRTCയിൽ ഉണ്ടാകാറുള്ളൂ. ഇന്നലെ രാത്രി 2 വിദ്യാർത്ഥിനികൾ, അത് പെൺകുട്ടികൾ, ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ പറഞ്ഞ സ്ഥലത്ത് ഇറക്കി വിടാഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ ആ നിമിഷം തന്നെ ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ ആ കണ്ടക്ടറെ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. കണ്ടക്ടർമാരുടെയും ജീവനക്കാരുടെയും ധാർഷ്ട്യത്തിനെയും തോന്നിയാസത്തെയും ഇത്തരം തോന്നിയാസങ്ങളെയൊക്കെ നിയന്ത്രിച്ചു നിർത്താൻ നട്ടലുള്ള കഴിവുള്ള ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. മാത്രമല്ല, സകല പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാനും ലാഭത്തിലാക്കാനും നട്ടലുള്ള ഒരു മന്ത്രി ഗണേഷ് കുമാർ മാത്രമാണെന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായ കാലം മുതൽ ഇന്നോളം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏത് സർക്കാർ ഭരിച്ചാലും ട്രാൻസ്പോർട്ട് വകുപ്പ് ഗണേഷ് കുമാറിന് കൊടുത്താൽ ഈ കേരളവും കേരളത്തിലെ യാത്രക്കാരും ട്രാൻസ്പോർട്ട് വകുപ്പും രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. അതുകൊണ്ട് ആജീവനാന്തകാലം ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.